കേൾക്കുന്ന ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം, ഈ കടബാധ്യതയിൽ നിന്ന് ഞാൻ കയറി വരത്തില്ല, ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു ഉയർപ്പുണ്ടാവില്ല, ഈ സഹനത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല. അങ്ങനെ നിരാശയുടെ പടുകുഴിയിലൊക്കെ നിൽക്കുന്നവരുണ്ടാകാം. അവരോട് അച്ഛൻ പറയാണ്, നിങ്ങളെക്കുറിച്ചുള്ളൊരു ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതിയും പ്രകാരം നിങ്ങൾ ഈ സഹനത്തിൽ നിന്ന് തീർച്ചയായും കരകയറും. വിശ്വസിക്കണം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ആ സഹനങ്ങളുടെ പരമ്പര അവസാനിക്കുന്നത് കുരിശില. യേശുവിൽ വിശ്വാസമില്ലാത്തവർ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേൽക്കില്ല. പക്ഷെ അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പരിശുദ്ധ അമ്മയുടെ കാര്യത്തിലും പരിശുദ്ധ അമ്മ പുത്രന്റെ ഉയർപ്പിന് ശേഷം പിന്നീട് ആത്മശരീരങ്ങളോടെ സ്വർഗാരോപതിയായി. ഈശോയെ ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധ അമ്മ സ്വർഗാരോപതിയായി. എല്ലാ സഹനങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ വിധിക്കരുത് ഞാനിനി കരകയറില്ലെന്ന്. ഉയരും, ഉയർപ്പുണ്ടാകും.